കുഞ്ഞോളെ, അർജുനും ആ പെണ്ണും വരുമ്പോ എന്റെ അനസൂയ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇതൊക്കെ അത്ര വലിയ കാര്യമായിട്ട് എടുക്കണോ ഭദ്രേട്ടാ? അവര് തമ്മില് ഓഫീസിൽ എന്തോ ഒരു ഉരസലുണ്ടായി, അത് അവിടെ തീർന്നു. അത്രയും പോരെ? വേണേൽ ഐശ്വര്യോട് പറഞ്ഞു വിലക്കാൻ ഞാൻ അർജുനോട് പറയാം. അതുപോരെ? അത് പോരാ. അവള് കളിച്ച് കളിച്ച് എന്റെ മോളെ കൈവയ്ക്കുന്ന ഭാഗത്തിൽ അവൾ കളിച്ചു തുടങ്ങി. അതങ്ങനെ വിട്ടാലേ നാളെ ഒരു സമയത്ത് അവള് വീണ്ടും ആവർത്തിക്കും. കുഞ്ഞു മുറുകെ വൈകിൽ പറഞ്ഞോ, ചോദിക്കേണ്ട രീതി ഞാൻ ചോദിച്ചോളാം. എനിക്ക് ചോദിച്ചില്ലേ പറ്റൂ, എന്റെ മോളായി പോയില്ലേ. ഈ പിള്ളേരുകളിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എന്തായാലും അർജുനും ഐശ്വര്യം വരട്ടെ, നമുക്ക് എന്താന്ന് ചോദിക്കാം. എടോ വേണോ? വേണം സാർ, ഇങ്ങ് വന്നേ വാ. സാറിന് എന്തിനാ ഇത്ര ടെൻഷൻ? അല്ല, വീട്ടിൽ ചെല്ലുമ്പോ അവരൊക്കെ ദേ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അമ്മയും അച്ഛനും ഭാര്യയും ഒക്കെ ഉള്ളവർ തന്നെയാ. സാറ് കുറച്ചുകൂടെ സ്ട്രോങ് ആവാനുണ്ട്. അമ്മ തന്നെ പറഞ്ഞതല്ലേ സാർ ഒരു കിഴങ്ങനാന്ന്. അത് സാറ് മറന്നെങ്കിലും ഞാൻ മറന്നിട്ടില്ല. എന്റെ ഭർത്താവ് ഒരു കിഴങ്ങനാന്ന് പറയുന്നൊന്നും എനിക്കിഷ്ടമല്ല. അമ്മയുടെ ആ അഭിപ്രായം ഭാര്യയായ ഞാൻ തന്നെ മാറ്റിയെടുക്കും. ശിവദാസന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? ഒരു ശ്രമം പാളിയെന്ന് കരുതി പിന്നത് വേണ്ടെന്ന് വെച്ചോ? അതോ ഭദ്രേട്ടൻ ആ കാര്യം മറന്നോ? മറന്നതല്ല കുഞ്ഞോളെ. ഇപ്പോ ഒരു പുതിയ ജയിൽ സൂപ്രണ്ട് വന്നിട്ടുണ്ട്. അയാൾ അറിയാതെ ഒരു കാര്യവും രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരവസരം വന്നാൽ അപ്പ തട്ടിക്കോളാന്നാ ഗാർഡ് പറഞ്ഞ്. അല്പം വൈകിയാലും പണി വൃത്തിയായിട്ട് അവന്മാർ ചെയ്തോളും. ചെവി അറിയാതെ വേണം തീർക്കാൻ. ജീവനോടെ പോയവൻ ശവമായിട്ടേ തിരികെ വരാവൂ. അവനൊന്ന് വാ തുറന്നാ ഞാനും ഭദ്രേട്ടനും അകത്താം. പിന്നെ കൊട്ടാരത്തിലെ തമ്പുരാനെയും തമ്പുരാട്ടിയും തട്ടിയതുൾപ്പെടെ എല്ലാവരും അറിയും.